പാർലമെന്റിലെ പുകബോംബ് കേസിൽ ദില്ലി ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. പ്രതി നീലം റനോലിയ, മഹേഷ് കുമാവത്ത് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2023 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദില്ലി വിട്ട് പുറത്തു പോകരുതെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. 2023 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പ്രതികൾ പാർലമെന്റ് ഗാലറിയിൽ നിന്ന് ചേംബറിലേക്ക് പുക ബോംബെറിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്വാതി സന്തോഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാതി, എന്താണ് കർശന ഉപാധികളോടെയാണോ ജാമ്യം? വർഷ 2023 പാർലമെന്റിനുള്ളിൽ ഗാലറിയിൽ നിന്നും ഈ ചേംബറിലേക്ക് അക്രമികൾ പുകബോംബ് എറിഞ്ഞതും തുടർന്ന് ഈ പാർലമെന്റ് സുരക്ഷ അടക്കം ലംഘിച്ചുകൊണ്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ദില്ലി ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത്. ഈ കേസിൽ പ്രതി നീലം റനോലിയ, ആസാദ് എന്നറിയപ്പെടുന്ന പ്രതി നീലം റനോലിയ, മഹേഷ് കുമാവത്ത് എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കർശനമായിട്ടുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ജാമ്യം നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച പോസ്റ്റുകളോ ഒന്നും തന്നെയും ഇടാൻ പാടില്ല. ആഴ്ചയിൽ 3 ദിവസം പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. മാത്രമല്ല ദില്ലി വിട്ട് പുറത്തു പോകരുത് എന്നുള്ള കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജസ്റ്റിസുമാരായ സുബ്രഹ്മണ്യം പ്രസാദ്, അതോടൊപ്പം ഹരീഷ് വൈദ്യനാഥൻ അയ്യർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. എന്തായാലും കർശന ഉപാധികളോടെ ഈ പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഈ പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് 2023 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ UAP അടക്കം ചുമത്തിക്കൊണ്ടാണ് ഈ പ്രതികളെ അന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വർഷ, അതാണ് സ്വാതി, UAP അടക്കം ചുമത്തിയായിരുന്നു അന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് 2023 നടന്ന സംഭവം. അന്ന് ഏറെ ഞെട്ടിച്ചൊരു സംഭവം കൂടിയായിരുന്നു. അപ്പോൾ എന്തായാലും കർശന ഉപാധികളോട് കൂടി തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ വിവാദങ്ങളൊക്കെയും സൃഷ്ടിച്ച കേസാണ് ഇത്. ഇത്തരത്തിൽ എങ്ങനെയാണ് പാർലമെന്റിനുള്ളിലേക്ക് ഈ അക്രമികൾക്ക് കടന്നെത്താൻ കഴിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ചോദ്യമാണ് കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ ഉയർന്നിരുന്നത്. അത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ള ഒരു കേസിൽ UAP അടക്കം ചുമത്തിയ പ്രതികൾക്ക് ഇപ്പോൾ കർശന ഉപാധികളോടെയാണ് ദില്ലി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.